ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസംബർ മാസത്തെ സ്റ്റഡി പ്ലാനർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡിസംബർ മാസം എൻ്റെ ഫേവറേറ്റ് മാസമാണ് കേട്ടോ. കാരണം ക്രിസ്മസിൻ്റെ മാസമാണ്. അപ്പോൾ അടുത്ത മാസം നമ്മൾ ഒരുപാട് നല്ല നല്ല ക്രിസ്മസ് വീഡിയോസ് സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ പ്ലാനറിൻ്റെ തീം വന്നിട്ടുള്ളത് ക്രിസ്മസ് തന്നെയാണ്, എല്ലാ വർഷത്തെയും പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരുപാട് രീതിയിൽ പ്ലാനർ എല്ലാ മാസവും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാനായി ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ പ്ലേലിസ്റ്റ് പിൻ ചെയ്യാം. അപ്പോൾ അതിൽ 24ഓളം ഡിസൈനിലുള്ള പ്ലാനേഴ്സൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിലും കൂടുതലുണ്ടാവണം കേട്ടോ. 2-3 വർഷമായി ഞാൻ ഇപ്പോൾ പ്ലാനർ വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ വരയ്ക്കുന്ന പ്ലാനേഴ്സിൻ്റെ പിക്ചേഴ്സ് ഞങ്ങൾക്ക് അയച്ചു തരാം. അതിനായിട്ട് ഇമെയിൽ ID ആയിട്ടുള്ള malayali.mom.crafts@gmail.com എന്ന മെയിൽ IDയിലേക്ക് 5 മുതൽ 6 പിക്ചേഴ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് സഹിതം അയച്ചു തരികയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്ലാനർ വീഡിയോയിൽ ആ ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്യും, നിങ്ങളുടെ പേര് സഹിതം. മാത്രമല്ല നിങ്ങളുടെ മെയിലിനുള്ള മറുപടി ആ ദിവസം ഞാൻ തരികയും ചെയ്യും. അപ്പോൾ നമ്മൾക്കിനി പ്ലാനർ വരയ്ക്കുന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യത്തെ പേജിൻ്റെ പേരാണ് തീം പേജ്. ഇതിൽ നമ്മൾ ആ മാസത്തിൻ്റെ പേരും നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്താണോ അതിനനുസരിച്ചുള്ള പിക്ചേഴ്സ് ആയിരിക്കും വരയ്ക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു റൂമിൽ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതായത് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്, ഒരു ഫയർ പ്ലേസ് ഉണ്ട്, കുറച്ച് ഗിഫ്റ്റും അതുപോലെ തന്നെ വാളിൽ കുറച്ച് ഹോം ഡെക്കോറൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്, ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വരച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മൾ റൂം ഡെക്കറേറ്റ് ചെയ്ത പോലെ വരച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഡിസംബർ മാസത്തെ കലണ്ടർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറുതാക്കി വരയ്ക്കണമെങ്കിൽ ചെറുതാക്കി വരയ്ക്കാം, വലുതാക്കി വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് വരച്ചാൽ മതി. അധികം പ്ലാനർ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ സിമ്പിളായിട്ട് ചെറുതാക്കി വരച്ചാൽ മതി. കുറേയൊക്കെ എഴുതുന്നവരാണെങ്കിൽ വലുതാക്കി 2 പേജൊക്കെ ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ പെൻസിൽ കൊണ്ട് മുഴുവനായിട്ടും ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാനർ തയ്യാറാക്കാറ്. കാരണം വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി അതാണ്. പ്ലാനറിൽ ഇനി പെൻ വെച്ച് ഡയറക്റ്റ് വരയ്ക്കണമെന്ന് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പെൻ എന്ന് പറയുന്നത് ഒരു CD മാർക്കറാണ്. കാരണം നല്ല സ്മൂത്തായിട്ട് അതുകൊണ്ട് എഴുതാൻ എനിക്ക് പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുന്ന പോലെ തോന്നി. ജെൽ പെന്നും അതുപോലെ തന്നെയാണ്. ബോൾ പെൻ കുഴപ്പമില്ല, പക്ഷേ പെൻസിലിൻ്റെ മുകളിൽ കൂടെ എഴുതുമ്പോൾ അത് കറക്റ്റായിട്ട് വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതുപോലെയുള്ള CD മാർക്കർ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുന്നത്. CD മാർക്കർ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉള്ളത്, പേപ്പറിന് കട്ടി കുറവാണെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തെ സൈഡ് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. സ്കെച്ചായാലും ഒക്കെ പ്രശ്നം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിൻ്റെ പേജ് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ പെന്നോ അല്ലെങ്കിൽ പെൻസിലോ യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് A5 സൈസിലുള്ള നോട്ട്ബുക്കാണ്. അതായത് സാധാരണ നമ്മുടെ നോട്ട് പുസ്തകത്തിനെക്കാട്ടും ചെറുതാണ് ഈ ഒരു പുസ്തകം. പിന്നെ ഇതൊരു ഗ്രിഡ് നോട്ട്ബുക്കാണ്. അതായത് ഈ ഒരു ബുക്കിൻ്റെ പേജസിൽ ചെറിയ ചെറിയ കുത്തുകളുണ്ട്. അത് ഒരേ ഡിസ്റ്റൻസിലുള്ള കുഞ്ഞു കുഞ്ഞു കുത്തുകൾ. അപ്പോൾ ഈ കുത്തുകളുണ്ടാകുമ്പോൾ നമുക്ക് പടം വരയ്ക്കാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. വരയ്ക്കാനായിട്ട് നമുക്കിങ്ങനെ ഡോട്ട്സ് ജോയിൻ ചെയ്യാനും സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇങ്ങനത്തെ ജേണൽ ബുക്കിൻ്റെ വില വരുന്നത് ഏകദേശം ഒരു 150 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ബുക്ക് ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് അതുപോലെ വേണമെങ്കിൽ വാങ്ങാം. ഇല്ലെങ്കിൽ സാധാരണ നോട്ട് പുസ്തകത്തിലും പ്ലാനർ തയ്യാറാക്കാം. നമ്മൾ പ്ലാനർക്ക് വരെ വരയ്ക്കുന്നതല്ല കാര്യം, അത് ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ അത് വരച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തീം പേജിൽ ഫുള്ളായിട്ടും വരച്ച് കഴിഞ്ഞു പെൻ ഉപയോഗിച്ച്. ഇനി ഞാൻ കളർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ക്രയോൺസ് ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും കളർ ചെയ്യാറ്. കാരണം അപ്പുറത്തെ സൈഡോട്ട് സ്കെച്ച് കൊണ്ടാവുമ്പോൾ ഒക്കെ സ്പ്രെഡ് ആവണ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെൻസിൽ കളറോ ക്രയോൺസും ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കൂടുതലും. അപ്പോൾ ക്രയോൺസ് വെച്ചിട്ട് ഞാൻ ആദ്യം ക്രിസ്മസ് ട്രീയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഷെയ്ഡ് ചെയ്തൊക്കെ നമുക്ക് എടുക്കാം. ഞാൻ അങ്ങനെ ഭയങ്കര സൂപ്പറായിട്ട് പടം വരയ്ക്കുന്ന ആളൊന്നുമല്ല. എനിക്കറിയുന്ന പോലെ ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾ നന്നായി വരയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ വരയ്ക്കാം. ഇനി പടം വരയ്ക്കാൻ അറിയില്ലെങ്കിലും പടം വരയ്ക്കണമെന്നൊന്നുമില്ല പ്ലാനർ ഉണ്ടാക്കാൻ. ഇതൊക്കെ നമുക്കൊരു ക്രിയേറ്റിവിറ്റിക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളൂ. വെറുതെ ഒരു പ്ലാനർ സിമ്പിളായിട്ടും വരച്ചിട്ടായാലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്.
ഇനി തൊട്ടപ്പുറത്തുള്ള കലണ്ടർ പേജ് നമുക്കിനി കളർ ചെയ്തെടുക്കാം. കലണ്ടറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ എനിക്കും തെറ്റുകൾ പറ്റാം. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. നിങ്ങളും കലണ്ടർ ഒന്ന് എടുത്ത് നോക്കി കറക്റ്റ് വരച്ചോളൂ. ചിലപ്പോൾ അബദ്ധത്തിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ. അതുപോലെ തന്നെ കലണ്ടറിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാചകം ഡിസംബർ മാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാവുന്നതാണ്. നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അങ്ങനത്തെ കോഡ്സ് കിട്ടും. അത് എഴുതി വെക്കാം. അതിൻ്റെ തൊട്ട് താഴെ നോട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതാനുള്ളൊരു സ്പേസാണ്. കാരണം കലണ്ടർ വളരെ ചെറുതാണല്ലോ, അതിൽ പ്രത്യേകിച്ച് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നോട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടേതായ രീതിയിൽ കളർഫുൾ ആക്കണമെങ്കിൽ കളർഫുൾ ആക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന തീം എന്ന് പറഞ്ഞാൽ ഗ്രീൻ, റെഡ് അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത് ക്രിസ്മസ് ആയതുകൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന തീം എന്താണോ അതിനനുസരിച്ച് കളറും കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്ലാനറൊക്കെ വരയ്ക്കാൻ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ വേണം. മുഴുവനായിട്ട് നമ്മൾ 2-2.5 മണിക്കൂർ ഇരുന്നാലാണ് അത് മുഴുവനായിട്ടും പടമൊക്കെ വരച്ച് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എക്സാം സ്പെഷ്യലായിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ എക്സാമുമായി ബന്ധപ്പെട്ടൊരു പേജ് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എക്സാം ടൈം ടേബിൾ എഴുതാനുള്ളൊരു സെക്ഷനും എക്സാമിനുള്ള പോർഷൻസ് എഴുതി വെക്കാനുള്ള സെക്ഷനും കൂടി ഈ ഒരു പ്ലാനറിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസം ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഒരു പേജ് എഴുതാം. പിന്നെ എത്ര സമയം നമ്മൾ പഠിച്ചു ഒരു ദിവസം എന്ന് മാർക്ക് ചെയ്യാൻ ഒരു പേജിൽ വേണമെങ്കിൽ ഒരു സെക്ഷനൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി, അല്ലെങ്കിൽ അതൊന്നും വേണമെന്നില്ല. ഇത് എഴുതിയ ശേഷം അതിൻ്റെ ചുറ്റും നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെറിയ പിക്ചേഴ്സും കൂടി വരച്ചു കൊടുക്കുന്നത് കുറച്ചും കൂടി കാണാൻ അട്രാക്റ്റീവ് ആക്കും. അപ്പോൾ നമ്മൾ വരച്ച് കഴിയുമ്പോൾ പെൻസിൽ കൊണ്ട് നമ്മൾ വരച്ച ഔട്ട്ലൈൻ ഫുള്ളായിട്ടൊന്ന് മാച്ച് കളയണം. കാരണം അല്ലെങ്കിൽ അത് കാണാത്തര രസം ഉണ്ടാവില്ല. ഇനി അടുത്തൊരു പേജാണ് ഡിസംബർ മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള മൂഡ് ട്രാക്കർ എന്നുള്ള പേജ്. അതായത് നമ്മുടെ ഒരു ദിവസത്തെ നമ്മുടെ ഫീലിംഗ് എങ്ങനെയാണ്, സന്തോഷമാണോ, സങ്കടമാണോ, ബോറിംഗ് ആണോ, ദേഷ്യമാണോ, അതൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാനുള്ളൊരു പേജാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ പ്ലാനർ തയ്യാറാക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല രസകരമായി നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേജാണ് ഈ ഒരു പേജ് കേട്ടോ. കാരണം ഇതിൽ നമുക്ക് പടമൊക്കെ വരച്ച് കുറേയും കൂടി ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 31 രീതിയിലുള്ള ഡിസൈൻസ് എന്തെങ്കിലും വരച്ചു കൊടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന തീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത ഒരു ക്രിസ്മസ് ട്രീമെ കുറേ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഹാങ് ചെയ്തിരിക്കുന്ന പോലെ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ക്രിസ്മസ് ഡെക്കറേഷൻസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അത് 31 എണ്ണം വരയ്ക്കണം. 31 പിക്ചേഴ്സ് നമ്മൾ വരയ്ക്കണം. ഇഷ്ടമുള്ള ഡിസൈൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 31 എണ്ണം വരച്ചിട്ട് ഒരു ദിവസം നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യണേന്ന് നമ്മൾ ഓരോ കളർ അനുസരിച്ചിട്ടാണ് ഇതിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ 1-ാം തീയതി നമുക്ക് സന്തോഷമാണെങ്കിൽ അതിനനുസരിച്ച് കളർ നമ്മൾ തീരുമാനിക്കും, അത് കളർ ചെയ്യും. 2-ാം തീയതി സങ്കടമാണെങ്കിൽ നമുക്ക് സങ്കടത്തിനനുസരിച്ചൊരു കളർ നമ്മൾ കൊടുക്കും. ആ കളർ നമ്മൾ ആ ഒരു പിക്ചറിൽ, അതായത് ആ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ്റെ പിക്ചറാണല്ലോ വരച്ചിരിക്കുന്നത്, അതുമ്പോൾ കളർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓരോ തീം അനുസരിച്ചും മാറി മാറി നമ്മളിതുപോലെ കളർ ചെയ്യുക. അത്രയേ ഉള്ളൂ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു പേജാണ്, പക്ഷേ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നൊരു പേജാണിത്. അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് ഇതിന് വേണ്ടി കൊടുക്കണമെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 ഇമോജീസ് വരച്ച് വെച്ചിട്ടുണ്ട്. ചിരിക്കുന്നതും, പിന്നെ നന്നായി ചിരിക്കുന്നതും, പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചിരിക്കുന്ന ഒരു സങ്കടമായിട്ടിരിക്കുന്ന ഒരു ഇമോജിയും വരച്ചിട്ടുണ്ട്. ആ 3-ന് നമ്മൾ ഓരോ കളേഴ്സ് വെച്ചിട്ട് കൊടുക്കും. ആ കളേഴ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന 1 മുതൽ 31 വരെയുള്ള തീയതികളിൽ ഓരോ ദിവസം നമ്മുടെ എങ്ങനെയായിരുന്നു എന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഗ്രീനും റെഡും പിന്നെ ഒരു ഓറഞ്ച് കളറുമാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഓരോ ഫീലിങ്സിനും. അതനുസരിച്ച് നിങ്ങൾക്ക് 1 മുതൽ 31 വരെ തീയതിയിൽ ഓരോ കളേഴ്സും മാർക്ക് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ കളർഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ കളറായിരിക്കുമോ എങ്ങനെയാണെന്ന് അറിയില്ല. അത് നമ്മൾ മാസത്തിൻ്റെ അവസാനം നോക്കുമ്പോഴാണ് കാണുക. അപ്പോൾ ഈ ഒരു പേജും നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി ഫൈനൽ പേജ്. ഈ ഒരു പേജിൻ്റെ പേരാണ് ടു ഡു ലിസ്റ്റ്. അതായത് ഒരു ദിവസത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി എഴുതാനുള്ളൊരു പേജാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ എല്ലാ തീയതികളിലേക്ക് വേണ്ടിയിട്ട് ബോക്സസ് വരച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു പേജ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. നമുക്ക് ആ ഒരു സെക്ഷൻ, ആ ഒരു പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പേജ് വരച്ചാൽ മതി. ദിവസവും തീയതിയും നിങ്ങൾ വേണമെങ്കിൽ എഴുതിയാൽ മതി. നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസം എഴുതണ്ട. കാരണം ഉപയോഗിക്കുന്ന തീയതികളിൽ എഴുതി വയ്ക്കുക. ഉപയോഗിക്കുന്നവരാണെങ്കിൽ ദിവസവും തീയതിയൊക്കെ എഴുതി വെച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 6 ബോക്സസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ദിവസവും തീയതിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഡിസംബർ എന്ന് എഴുതിയിട്ട് ഒരു പിക്ചർ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഈ പേജൊക്കെ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. നന്നായിട്ട് ചെയ്യാൻ അറിയെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഞാനിതെല്ലാം തന്നെ മാർക്കർ കൊണ്ട് ഫുള്ളായിട്ടും വരച്ച ശേഷം അതുപോലെ തന്നെ അതിന് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമ്മൾ ചെറുതാക്കിയിട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെറുതാക്കി എഴുതാനാണത്. വലുതാക്കി എഴുതണമെങ്കിൽ വലിയ ബോക്സസ് വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ എന്താ നമ്മൾ എഴുതാമെന്ന് വെച്ചാൽ, എക്സാമുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഓരോ ദിവസം ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്ന് എഴുതാം. ഷോപ്പിങ്ങിന് മുമ്പ് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അത് എഴുതാം. എന്തെങ്കിലും ഓർമ്മിക്കാനാണെങ്കിൽ അത് എഴുതാം. അങ്ങനെയൊക്കെ ഒരു ഡയറിയിൽ നമ്മൾ എഴുതുന്ന പോലെ ചെറുതാക്കി ആ കാര്യങ്ങൾ എഴുതാനാണ് ഈ ഒരു സെക്ഷൻ. നമ്മളിനി ആ ഒരു പേജിൻ്റെ കളറിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി ഏകദേശം ഈ രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്.
കുറേ കളേഴ്സ് ഉള്ളിലൊന്നും കളർ ചെയ്യരുത്, കാരണം പിന്നെ പെൻ വെച്ചിട്ട് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബോർഡറിലും സൈഡിലൊക്കെ കളർ ചെയ്യുക. അതിൻ്റെ മുകളിൽ കൂടെ ക്രയോൺസിൻ്റെ എഴുതാൻ വെച്ചാൽ ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാനറിൻ്റെ ഫുൾ പേജസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മുഴുവനായിട്ടും പ്ലാനർ കാണാം. അപ്പോൾ ഈ ഒരു പ്ലാനറിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരാം. ഇല്ല വേറെ ഡിസൈനാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് അയച്ചു തരാവുന്നതാണ്. malayalimomcrafts@gmail.com എന്ന് പറഞ്ഞ് മെയിൽ ചെയ്തിട്ട് 5 മുതൽ 6 പിക്ചേഴ്സ് വരെ മാക്സിമം നിങ്ങൾ പിൻ ചെയ്ത് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരയച്ച പിക്ചേഴ്സ് നമുക്ക് കാണാം. സ്വാതിക VS നമ്മുടെ പ്ലാനർ കണ്ടിട്ട്, നവംബർ പ്ലാനർ കണ്ടിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. മീനാക്ഷി PV ബട്ടർഫ്ലൈ തീമിലുള്ള പ്ലാനർ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചെയ്തിരിക്കുന്നത്. ശ്രീനന്ദ സജീവ് നവംബർ മാസത്തെ നമ്മുടെ പ്ലാനർ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്ലാനിൻ്റെ പിക്ചേഴ്സ് അയച്ച എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ്. ഞാൻ നിങ്ങളുടെ മെയിലിന് മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇനിയും പിക്ചേഴ്സൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.